ചെറുതും വലുതുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ആശങ്കയും ഭയവും സമ്മർദ്ദവും നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനുഭവിക്കുന്ന അസാധാരണമായ ഭയത്തെയാണ് ഡിസൈഡോഫോബിയ എന്ന് വിളിക്കുന്നത്. എന്ത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നത് മുതൽ ജീവിതത്തിലെ നിർണായക തീരുമാനമായ ഏത് ജോലി സ്വീകരിക്കണം, ആരെ വിവാഹം കഴിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡിസൈഡോഫോബിയ ഉള്ളയാൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഭയം തോന്നാറുണ്ട് എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. 1973 പുറത്തിറങ്ങിയ വാൾട്ടർ കോഫ്മാനിന്റെ പുസ്തകമായ വിത്തൗട്ട് ഗിൽറ്റ് ആൻഡ് ജസ്റ്റിസ് ഫ്രം ഡിസൈഡോഫോബിയ ടു ഓട്ടോണമിയിലൂടെയാണ് ഈ മാനസികാവസ്ഥ കൂടുതൽ ജനപ്രിയമായത്. ഈ മാനസികാവസ്ഥയുള്ളവർക്ക് ചെറുതും നിസ്സാരവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വരെ ഭീതിയും സമ്മർദ്ദവും തോന്നുന്നു. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാതെ ഒഴിഞ്ഞുമാറാനും ഇവർ ശ്രമിക്കും. തീരുമാനങ്ങൾ തെറ്റായി പോകുമോ എന്ന തോന്നലാണ് ആ മാനസികാവസ്ഥയ്ക്ക് അടിസ്ഥാനം. അതുകൊണ്ട് ഇത്തരക്കാർ തങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് പതിവാകും. തങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മേലുദ്യോഗസ്ഥർ എന്നിവരെ ഇവർ ആശ്രയിക്കും. എന്നാൽ പെർഫെക്ഷനിസ്റ്റ് മനോഭാവമുള്ളവരിലും ഡിസൈഡോഫോബിയ കണ്ടുവരാറുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റുള്ളവർ എന്ത് പറയുമെന്ന പേടി, ഖേദിക്കേണ്ടി വരുമോ എന്ന ഭയം, തീരുമാനങ്ങളുടെ ഫലങ്ങളെ പറ്റിയുള്ള അമിതമായ ആശങ്ക എന്നിവയെല്ലാം ഡിസൈഡോഫോബിയയെ വളർത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഡിസൈഡോഫോബിയുള്ളവർ ചില ലക്ഷണങ്ങളും പ്രകടിപ്പിക്കും. ചെറുതോ വലുതോ ആയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയത്ത് ഇവരിൽ അമിതമായ വിയർപ്പ്, തലകറക്കം എന്നിവ അനുഭവപ്പെടും. കൂടാതെ ഇവരുടെ ഹൃദയമിടിപ്പ് കൂടുകയും ചിലപ്പോൾ പാനിക് അറ്റാക്ക് വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ഇത്തരക്കാരുടെ വ്യക്തിജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും നിരവധി വെല്ലുവിളികൾ ഉണ്ടാക്കും. വിവാഹം, ജോലി, വീട് വാങ്ങൽ എന്നിവയിലെല്ലാം ഇവർക്ക് അനിശ്ചിതത്വം നേരിടേണ്ടി വരും. ഇനി എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ആലോചിക്കുകയാണോ? മറ്റെല്ലാ മാനസിക പ്രശ്നത്തിനും എന്നതുപോലെ ഡിസൈഡോഫോബിയയ്ക്കും പ്രതിവിധിയുണ്ട്. തെറാപ്പി ചെയ്യുന്നതാണ് ഡിസൈഡോഫോബിയയ്ക്ക് ഏറ്റവും ഉത്തമ പരിഹാരം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ ഈ മാനസികാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതനുസരിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു പേടിയും ഒരു ഭയമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അകാരണമായി ഇങ്ങനെ ഭയമുണ്ടാവുന്നതിനെയാണ് ഡിസൈഡോഫോബിയ എന്ന് പറയുന്നത്. ഡിസൈഡോഫോബിയ ആയിട്ടുള്ളവർക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനുള്ള പേടി കൊണ്ട് ആ സമയത്ത് പാനിക് അറ്റാക്കുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ള സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കുന്നു. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കാത്ത രീതിയിൽ മാറ്റി വെക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ അവരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കാവുന്ന ഒന്നാണിത്. ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഏതെങ്കിലും രീതിയിൽ ആ തീരുമാനം തെറ്റായി പോയാൽ അത് എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ വേണമെങ്കിലും ഡിസൈഡോഫോബിയ ആയിട്ടുള്ളവർക്ക് ആ ഒരു ചിന്ത ഒരല്പവും കൂടി കടന്ന് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അകാരണമായി ഇങ്ങനെ ചിന്തിക്കുകയും അതുകൊണ്ട് പാനിക് അറ്റാക്കുകൾ ഉണ്ടാവുകയും ഇത് തലച്ചുറ്റൽ പോലെയുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇത് എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള തെറാപ്പികളിലൂടെ, എക്സ്പോഷർ തെറാപ്പികളിലൂടെ, ചില സമയത്ത് ഒരു പക്ഷേ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി മെഡിക്കേഷൻസ് എടുക്കുക കൂടി വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിസൈഡോഫോബിയ ഏതാണെങ്കിൽ തന്നെയും നമുക്ക് അങ്ങനെയുള്ളൊരു ഉത്കണ്ഠയുണ്ടോ, അമിതമായിട്ടുള്ളൊരു പേടിയുണ്ടോ, അമിതമായിട്ടുള്ള ഭയമുണ്ടോ എന്നൊക്കെയുള്ളത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.